അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ത്വരീഖത്തോ കാരുണ്യ പ്രവർത്തനങ്ങളിൽ ഊന്നിയതായിരുന്നു. മറ്റുള്ളവർക്ക് എങ്ങനെ സന്തോഷം കൊടുക്കാൻ കഴിയുമോ ആ സന്തോഷം കൊടുക്കാൻ കഴിയുന്ന എല്ലാ മേഖലകളിലൂടെയും അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു സഞ്ചരിച്ചിട്ടുണ്ട്. ഈ വിനീതന്റെ അഭിവന്ദ്യ ഗുരുവര്യർ ഖലമുൽ ഇസ്ലാം കോടമ്പുഴ ബാബ ഉസ്താദ് അൽഫു ഖിസ്വത്തിൻ വഖിസ്സ എന്ന അതിബൃഹത്തായ ഗ്രന്ഥം എഴുതിയപ്പോൾ അതിന്റെ ഒരു ഭാഗത്ത് റിഫാഇ ശൈഖിന്റെ ചരിത്രത്തിലെ പല ഭാഗങ്ങളും എഴുതി ചേർത്തിട്ടുണ്ട്. അവിടെ കാണാം അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതത്തിലെ കാരുണ്യ പ്രവർത്തനങ്ങൾ, മറ്റുള്ളവർക്ക് സന്തോഷം കൊടുക്കുന്ന പ്രവർത്തനങ്ങൾ. ആ വാക്കുകൾ ഇങ്ങനെയാണ്: കാന ശൈഖു അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു യഗ്സിലു സിയാബൽ മജ്ദൂമീൻ വയഹ്മിലു ലഹും الطعام ويأكل معهم ويسألهم الدعاء ويمد الصمات صباحا ومساء لمريد وهم 16,000 ويعود المريض ولو كان على بعد وينتظر العميان حتى إذا جاءوا يأخذ بأيديهم ويحمل الحطب على رأسه ويفرقه على الأرامل والمساكين. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിലെ കാരുണ്യ പ്രവർത്തനങ്ങൾ എണ്ണി എണ്ണി പറയുകയാണ് ചരിത്രകാരന്മാർ. അതിൽ പറഞ്ഞത് കാണാം: കുഷ്ഠരോഗികളായ ആളുകളെ സമീപിച്ച് അവരുടെ വസ്ത്രങ്ങളെല്ലാം വാങ്ങി അത് കഴുകി ശുദ്ധീകരിച്ച് നല്ല ഗംഭീരമാക്കി അവർക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. രോഗികൾ